ഹലോ ഫ്രണ്ട്സ്, ഇത് ആലപ്പുഴയിലുള്ള ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു 2.2 ആംപ്ലിഫയർ ആണ്. ഈ ആംപ്ലിഫയറിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് വരുന്നത് 600 വാട്ട്സ് RMS ആണ്. ഇതിൻ്റെ സ്റ്റീരിയോ ഔട്ട്പുട്ട് വരുന്നത് ഒരു ചാനലിന് 100 വാട്ട്സ് RMS വീതവും ഇതിൻ്റെ സബ്വൂഫർ ഔട്ട്പുട്ട് വരുന്നത് ഒരു ചാനലിന് 200 വാട്ട്സ് RMS വീതവുമാണ്. ഇതിൽ യൂണിവേഴ്സൽ ഓഡിയോസിൻ്റെ USB മോഡ്യൂളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഒരു കരോക്കെ ആംപ്ലിഫയറായാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 4 മൈക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ മൈക്ക് വോളിയം, മൈക്ക് എക്കോ, ഡിലേ, മ്യൂസിക് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇതിൽ 2 ഓക്സിലറി ഇൻപുട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ആംപ്ലിഫയർ സ്റ്റീരിയോ ആയും 2.2 ആയും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പവർ ഓൺ ചെയ്യുമ്പോൾ ആംപ്ലിഫയർ സ്റ്റീരിയോ മോഡിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്കറിയാം, പാട്ട് ആസ്വദിക്കാനായിട്ട് ഏറ്റവും ബെറ്റർ സ്റ്റീരിയോ ആണ്. പിന്നെ സബ് ആവശ്യമുള്ളപ്പോൾ മാത്രം 2.2 മോഡ് സെലക്ട് ചെയ്താലും മതി. ആ രീതിയിലാണ് ഈ ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. കൂടാതെ VU മീറ്റർ മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷനും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 4 മൈക്ക് ഇൻപുട്ടുകളുണ്ട്. അതിൽ 1ഉം 2ഉം മൈക്ക് ഇൻപുട്ടുകളുടെ വോളിയം, എക്കോ, ഡിലേ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് സൈഡിലും 3ഉം 4ഉം മൈക്ക് ഇൻപുട്ടുകളുടെ കൺട്രോൾസ് എല്ലാം ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡിലുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ആംപ്ലിഫയർ സ്റ്റീരിയോ മോഡിലായിരിക്കുമ്പോൾ യെല്ലോ ഇൻഡിക്കേഷനും 2.2 മോഡിലായിരിക്കുമ്പോൾ വൈറ്റ് ഇൻഡിക്കേഷനുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡ് നോക്കാം. ഇങ്ങനെയാണ് ഈ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. മൈക്ക് ഓൺ ആൻഡ് ഓഫ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. മുൻപ് ഞാൻ സൂചിപ്പിച്ച പോലെ മൈക്ക് 1ഉം 2ഉം ഇൻപുട്ടുകളുടെ കൺട്രോൾസ് എല്ലാം ഈ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് സൈഡിലും 3ഉം 4ഉം മൈക്ക് ഇൻപുട്ടുകളുടെ കൺട്രോൾസ് എല്ലാം ഈ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡിലുമാണ് കൊടുത്തിട്ടുള്ളത്. സബ്വൂഫർ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 ഓക്സിലറി ഇൻപുട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്സിലറി ഔട്ട്പുട്ട് കൊടുത്തിട്ടുള്ളത് ഈ ആംപ്ലിഫയറിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട്, മൈക്ക് ഔട്ട്പുട്ട് ഉൾപ്പെടെ മറ്റ് ഓഡിയോ സോഴ്സിലേക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ്. ഇതിൽ സ്പീക്കർ സോക്കറ്റായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബനാന സോക്കറ്റ് തന്നെയാണ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻസൈഡിലേക്ക് നോക്കാം. ഇങ്ങനെയാണ് ഈ ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡ് വരുന്നത്. ട്രാൻസ്ഫോർമർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പറഞ്ഞ് ചെയ്യിക്കുന്ന ട്രാൻസ്ഫോർമറുകളാണ് ഞങ്ങളെല്ലാ ആംപ്ലിഫയറിലും ഉപയോഗിക്കാറുള്ളത്. ഇതിൽ 27027 12 ആംപിയറും 27027 7 ആംപിയറും പിന്നെ 12 വോൾട്ടിൻ്റെ 4 ടാപ്പിങ്ങും ഈ ആംപ്ലിഫയറിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ സബിന് വേണ്ടി 50 വോൾട്ട് 10000 മൈക്രോഫാരഡിൻ്റെ 4 കപ്പാസിറ്ററുകളും സ്റ്റീരിയോ ചാനൽസിന് വേണ്ടി 50 വോൾട്ട് 4700 മൈക്രോഫാരഡിൻ്റെ 4 കപ്പാസിറ്ററുകളും കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ തന്നെ പവർ സപ്ലൈ യൂണിറ്റ് ആണ്. മൈക്ക് കരോക്കെ ബോർഡായിട്ട് DTEC ഓഡിയോസിൻ്റെ 2 ബോർഡുകളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്.
സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡായിട്ട് കുമാർ ഓഡിയോസിൻ്റെ സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. തോഷിബ 5200-1943 പെയറായിട്ട് വരുന്ന സർക്യൂട്ടാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഞങ്ങൾ സ്ഥിരമായി മിക്ക ആംപ്ലിഫയറിലും ഉപയോഗിക്കാറായിട്ടുള്ള ബോർഡാണിത്. നല്ല ഓഡിയോ ക്വാളിറ്റിയാണ് ഈ ബോർഡിൽ നിന്നും കിട്ടുന്നത്. സബ്വൂഫർ ആംപ്ലിഫയർ ബോർഡായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് IRF 240-9040 പെയറായിട്ട് വരുന്ന മോസ്ഫെറ്റ് സർക്യൂട്ടാണ്. ട്രാൻസിസ്റ്റർ ബോർഡുകളെക്കാളും കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള ബാസ് കിട്ടുന്നത് മോസ്ഫെറ്റ് സർക്യൂട്ടിനാണ്. അതുകൊണ്ടിട്ടാണ് ഇതിൽ സബ് ആംപ്ലിഫയർ ബോർഡായിട്ട് മോസ്ഫെറ്റ് ആംപ്ലിഫയർ ബോർഡ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഓക്സിലറി ഇൻപുട്ട് സെലക്ടർ ബോർഡാണ്. സബ്വൂഫർ ഫിൽട്ടർ ബോർഡായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് മഹാരാജയുടെ ബോർഡാണ്. കൂടാതെ 2.2 സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബാസ്റ്റബിൾ ബോർഡായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് VI ഓഡിയോസിൻ്റെ മറാൻസ് പ്ലസ് ഹൈഫൈ 3-way ട്യൂൺ കൺട്രോൾ ബോർഡാണ്. USB മോഡ്യൂളായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് യൂണിവേഴ്സൽ ഓഡിയോസിൻ്റെ USB മോഡ്യൂളാണ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇൻസൈഡ് വരുന്നത്. ഈ ആംപ്ലിഫയറിൻ്റെ പ്രൈസും മറ്റുള്ള ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്തിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.